നമസ്കാരം. ഉപഗ്രഹത്തിന്റെ സഹായത്തോടു കൂടി ദേശീയ പാതകളിൽ ടോൾ പിരിവ് ആരംഭിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ലക്ഷ്യമിടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. 2024 മാർച്ച് മുതലാണ് ഉപഗ്രഹ സഹായത്തോടു കൂടി ടോൾ പിരിവ് ആരംഭിക്കുന്നത് എന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് രാജ്യത്തെ അറിയിച്ചിരിക്കുന്നത്. ടോൾ പ്ലാസകളിൽ കാത്തു നിൽക്കുന്ന സമയം കുറയ്ക്കാൻ ആവശ്യമായ നൂതനമായ നേട്ടം ഉപഗ്രഹ സാങ്കേതിക വിദ്യയിലൂടെ ഇന്ത്യ ആർജിച്ചിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ലോക ബാങ്കുമായി ഈ വിഷയത്തിൽ ഒരു നിർണായകമായ ചർച്ച ഉണ്ടായത്. ഈ സമയത്താണ് ഫാസ്ട്രാഗ് നടപ്പാക്കുന്നതിലൂടെ ടോൾ പ്ലാസകളിൽ കാത്തു നിൽക്കേണ്ട സമയം 47 സെക്കൻഡ് വരെ കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ള റിപ്പോർട്ട് ഇന്ത്യ പുറത്തുവിടുന്നത്. 714 സെക്കൻഡ് വരെയായിരുന്നു മുൻപ് ടോൾ പ്ലാസകളിൽ കാത്തു നിൽക്കേണ്ടി വന്നിരുന്നത്. മാത്രമല്ല, ഈ ഒരു ഉപഗ്രഹ സാങ്കേതിക വിദ്യ വഴി ദേശീയപാതകളിൽ ടോൾ പിരിവ് ഉണ്ടാവും എന്നത് മാത്രമല്ല, അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലുള്ള ദേശീയ പാതകളെ US റോഡുകളോട് കിടപിടിക്കുന്നവയാക്കുമെന്നുകൂടി നിതിൻ ഗഡ്കരിയുടെ ഭാഗത്തു നിന്നും വാഗ്ദാനം ഉണ്ടായിട്ടുണ്ട്. ഇതോടെ രാജ്യത്തെ മെട്രോ നഗരങ്ങളിലുള്ള തിരക്ക്, യാത്രാ സമയം, റോഡ് അപകടങ്ങൾ എന്നിവ കുറയ്ക്കാൻ സാധിക്കുമെന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. നമുക്കറിയാം, നിതിൻ ഗഡ്കരി എന്ന നേതാവ് ഏറെ പ്രത്യേകതകളുള്ള ഒരു നേതാവാണ്. അദ്ദേഹം ഈ ഒരു കേന്ദ്ര ഗതാഗത മന്ത്രി എന്ന പദവിയിൽ എത്തിയതിനു ശേഷം നമ്മുടെ രാജ്യത്തുണ്ടായ വികസനങ്ങൾ ചെറുതല്ല. മികച്ച ഒരു ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു രാജ്യത്തിന്റെയും വികസനം സാധ്യമാവുകയുള്ളൂ. അത്തരത്തിൽ ഇന്ത്യയിലെ റോഡുകൾ നവീകരിക്കുന്നതിൽ, മികച്ച നിലവാരത്തോടു കൂടി നിർമ്മിക്കുന്നതിലൊക്കെ നിതിൻ ഗഡ്കരിയുടെ ചില ആശയങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ഏറെ സഹായിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് അടുത്ത വർഷം മാർച്ച് മാസത്തോടു കൂടി ഈ ഉപഗ്രഹം വഴിയുള്ള ടോൾ പിരിവും ആരംഭിക്കാൻ ഒരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.